ശരീരത്തിൽ പ്രവേശിച്ചാൽ 2 ദിവസത്തിനകം മാരകമാവുന്ന അപൂർവ ബാക്ടീരിയ ലോകത്തെ ആശങ്കയിലാഴ്ത്തി ഒരു ഗുരുതര രോഗകാരി വ്യാപിക്കുന്ന റിപ്പോർട്ടുകളാണ് ജപ്പാനിൽ നിന്നും പുറത്തു വരുന്നത്. 1000-ഓളം പേർക്ക് ഇതിനകം രോഗബാധയുണ്ടായതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ശരീരത്തിനകത്തെത്തിയാൽ ചർമ്മത്തിന് താഴെയുള്ള കോശങ്ങളിൽ അണുബാധയുണ്ടാക്കുകയാണ് ഇവ ആദ്യം ചെയ്യുന്നത്. പിന്നാലെ പേശികൾ, കൊഴുപ്പ്, ചർമ്മം എന്നിവയെ നശിപ്പിക്കുന്ന ടോക്സിനുകൾ പുറപ്പെടുവിക്കുന്നു. ഫ്ലഷ് ഈറ്റർ അഥവാ മാംസം തീനി എന്നറിയപ്പെടാനുള്ള കാരണവും ഇത് തന്നെയാണ്. ശരീരസ്രവങ്ങളിലൂടെയാണ് രോഗം പകരുന്നത്. രോഗി ചുമയ്ക്കുമ്പോഴും സംസാരിക്കുമ്പോഴും മറ്റും സമീപമുള്ള ആളുകളിലേക്ക് ഇത് പകരുന്നു. തൊലിപ്പുറത്ത് ഇവയ്ക്ക് ദീർഘകാലം നിലനിൽക്കാനും മുറിവുണ്ടാകുന്ന സാഹചര്യത്തിൽ രക്തത്തിൽ കലരാനുമുള്ള സാധ്യതയും ഇവയെ അപകടകാരികളാക്കുന്നു. ശരീരത്തിലുണ്ടാകുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്ന രോഗാവസ്ഥയാണ് മരണത്തിലേക്ക് നയിക്കുന്നത്. പനി, വിറയൽ, ഛർദി, ശരീരവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. മതിയായ ശുചിത്വം പാലിക്കുക എന്നതാണ് ഇവയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. കൈകൾ സാനിറ്റൈസറോ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതും മുറിവുകൾ ബാൻഡേജ് ഉപയോഗിച്ച് സംരക്ഷിക്കേണ്ടതും സുപ്രധാനമാണ്. ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയയുടെ കാര്യത്തിൽ കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ്. രോഗം ബാധിച്ചവരിൽ 30% ആളുകളും മരണപ്പെട്ടേക്കാം. ജപ്പാനിലും യൂറോപ്പിലുമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ വർഷം കേസുകളിലുണ്ടായ വർധനവ് ഇരട്ടിയിലധികമാണ്.